ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റിക്കും കൊണ്ട് പറയുന്നോണ്ടാണ് ഇങ്ങനെ പറയുന്നത്, സ്റ്റാൻഡിലല്ല മൊബൈലുള്ളത്. അപ്പൊ നമ്മളെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇപ്പൊ ചവിട്ടി പഠിക്കേണ്ട വരില്ലേ, ചവിട്ടി കൂട്ടുവരും. ഡയലോഗ് പറയുമ്പോ അതിനുള്ള സ്റ്റാമിനയും കൂടെ വേണം. ദേവും അച്ഛന്റെ കാല് വെട്ടണ്ട. ഇപ്പൊ നമുക്ക് പണിയുണ്ട്. വാ ഇറങ്ങി കിഴങ്ങ് പറിക്കാൻ പോകുമ്പോ നിങ്ങളും വാ. ഞാനില്ല കിഴങ്ങ് പൊരിക്കാൻ. കിഴങ്ങ് പൊരിക്കാനുണ്ട്. വാ ആടെ കിഴങ്ങ് ഉണ്ടോ നോക്കാം. വാ എനിക്ക് പൊരിച്ചാ കിട്ടൂല. വയ്യാണ്ടൊന്നും ഇല്ല. ഞാൻ ഇവിടെ ഇരുന്നോളോ. അത് ഞാൻ പൊരിച്ച് പൊരിക്കണം, പൊരിക്കാൻ കിട്ടൂല. വാ പൊരിച്ചാൽ നല്ല കാന്താരി തിന്നണ്ട. ഞാൻ പോകുന്നില്ല. കപ്പന്റെ ഇല പറിക്കാനല്ല, അതിങ്ങ് പൊരിച്ചെടുക്കാനാ വിളിക്കുന്നത്. കപ്പന്റെ നോക്കാവാ. കൈക്കോട്ടെടുക്കൂ. ഞാൻ കൈക്കോട്ടെടുക്കുമ്പോഴേക്ക് പറഞ്ഞേ. വേമ്പാ ഇവിടെയല്ല കിഴങ്ങുള്ളത്, അമ്മേൻ്റെ അടുക്കാന്ന്. അപ്പം അവിടെ പോയിട്ട് നോക്കാം. കിഴങ്ങ് ഇറങ്ങിനോന്നൊന്നും അറിയില്ല. ഇറങ്ങിനോന്നല്ല, കിഴങ്ങ് ആയിനോന്നൊന്നും അറിയില്ല. പോയി നോക്കാം. എവിടെയല്ലേ എടാ ദേവാ, നീ വരണ്ട. നമ്മൾ പോയി പറിച്ചിട്ട് വരാം. ഉണ്ടോ നോക്കട്ടെ. ശ്രീയേട്ടൻ കൈക്കോട്ട് എടുത്ത് പോകുന്നുണ്ട്. വീഡിയോയെല്ലാം കാണുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലേ. ഇതെല്ലാം ഇപ്പൊ നട്ടതല്ലേ? ഇതന്ന് നമ്മള് പൊരിച്ചത് ഓർമ്മയുണ്ടാ? അതിലൊന്നും ഉണ്ടാവില്ല. അതിൽ ഒന്നാടും കൂടി ഉണ്ട്. പോയിട്ടാ നീണ്ടു പോയിട്ടാ. വീടിന്റെ മേലെ വരെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഉണ്ടാകുന്ന കാര്യം സംശയം. അന്ന് നമ്മള് വെച്ചിട്ടില്ലേനു. ഇല്ല, എനക്ക് ഇത് ആവൂല. ഞാൻ ഇത് മണ്ണ് മാറ്റി തരാം. നിങ്ങളിങ്ങനെ വിളിച്ചാൽ മതിക്കൊണ്ടാ. ഇത് നമ്മൾ ഇതേ സ്ഥലത്ത് നിന്ന് വെച്ചിട്ട് കിഴങ്ങ് ഇല്ലേനു. മേലേന്ന് മാത്രമേ മേലേന്ന് ചെത്തിപ്പോയി. ഇത് ഞാൻ പറഞ്ഞു ചെത്തിപ്പോറ്. ആകെ അത്ര 2 കഷ്ണം ഉണ്ട്. അതിന് ചെത്തിയാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പൊരിക്കാൻ ഇവിടെ അങ്ങനെ കിട്ടൂല. നടുവോ ഒന്ന് ആടി കൊണ്ട് വലിക്കാവും കൂടി ഒന്ന് വെച്ചപ്പാട്. കിഴങ്ങ് കപ്പ ഇത് വെച്ചിട്ട് നോക്കട്ടെ. പിന്നെ വരുന്നു. നോട്ടെ, 2 കഷ്ണം നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇല്ലേനു. വലിയ ഒന്ന് ഒരു നേരം വെക്കണ്ടല്ലേ? കിട്ടിയത് ഇതാന്ന്. അതിന്റെ 2 കിഴങ്ങ് കിട്ടിയത്. കിഴങ്ങ് കാണുമ്പോ വലിച്ചെടുക്കുമ്പോ അധികമൊന്നും ഇല്ലാന്ന് തോന്നി. പക്ഷേ എങ്കില് കൊത്തുമ്പോ നല്ല ഒരു വെക്കലിനുണ്ടല്ലേ. കൊത്തിയതാ തേച്ചും കളഞ്ഞു. പകുതിയും ഇങ്ങനെയാ കിഴങ്ങ് കൊത്തുക. തേച്ചും തായല്ലേ കിഴങ്ങിതാ കൊത്തി ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു കിഴങ്ങ് കൊത്തുകാരൻ വന്നതാണേ. കൊത്തി നല്ല കിഴങ്ങിതാ കൊത്തി ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഏത് കേട്ടെ വേണ്ട, ഞാൻ അങ്ങനെ അടിപൊളി വേണ്ട. നിങ്ങൾ കിട്ടിയാ മതി. കേട്ടെന്ന് ആരോ എടുത്തു?
അതാ കെട്ട്. ഞാൻ കെട്ടിയാൽ ഞാൻ കെട്ടിയാൽ നിൽക്കുന്നില്ല. എന്തായാലും നീയല്ലേ കെട്ടാൻ ഭയങ്കരല്ലേ. എന്നാൽ തമാശല്ല. ഊരിനെങ്കിൽ നടക്കൂലേ? അത് പിന്നെ എന്നെ പറയാം. അതിനു വേണ്ടിട്ട് തന്നെയല്ലേ വീട്ടിൽ ഊരി പോയിട്ടുണ്ടെങ്കിൽ എന്നെ പറയാം. തേങ്ങ ഒരു കൊല തേങ്ങ പറിക്കാൻ. വാഴ നോക്ക് കൊലച്ചിട്ട് റോസ്റ്റ് വാഴ മൂത്തില്ല. അത് മൂത്തിട്ടില്ല. ഒരു മാസം കൂടി, ഒരു 2 ആഴ്ചയും കൂടി പോകും. 2 ആഴ്ചയും കൂടി പോകും. 2 ആഴ്ചയും കൂടി പോകും. ബക്കറ്റിൽ ഇടുമ്പം കുറേ തോന്നുന്നുണ്ട് കേട്ടാ. കപ്പ ബക്കറ്റിൽ ഇട്ടാരാ നാടിന്ന് കാണുന്നില്ലേനു അങ്ങനെയൊന്നും. നിന്നെ ചെണ്ടം പുഴുങ്ങിയിട്ട് കാന്താരിയും കൂട്ടിയിട്ട് തിന്നണം. ഞാൻ പോകുമ്പോഴേക്ക് കപ്പ ഇങ്ങനെ നടക്കുക. നിങ്ങൾ പോകുമ്പോഴേക്കാവും. ആവും. അതിൻ്റെ അറ്റവും കൂടെ കെട്ടാൻ ഞാൻ അങ്ങോട്ട് കൊക്ക കൈമാറിയതാന്നേ. അത് അതിൻ്റെ അകത്ത് തേങ്ങയുണ്ടാ? ചോറ് കഞ്ഞി കുടിക്കേണ്ടി വരുവാ. ചോറ് വാർത്തില്ല ഇന്ന് പിടിച്ചാ ചോറ് വാക്കായിട്ട് ഓടുന്ന കഞ്ഞി. എനക്ക് താമസിക്കുന്ന കഞ്ഞി കുടിക്കേണ്ടിരുന്നാ തോന്നുന്നു. വെന്തിട്ടില്ല, ഭാഗ്യത്തിന് വെന്തില്ല. പകുതി വെന്തിട്ടേ ഉള്ളേ. തലയിൽ പോവാ. കൊളുത്തിയെങ്കിൽ വലിക്ക്. അങ്ങനെ കിട്ടൂല. വിളിച്ചോ വിളിച്ചോ. ആ കത്തി പോയി. ഞാൻ കെട്ടിയത് കറക്റ്റ് ആയിരുന്നു, നിങ്ങൾ കെട്ടിയത് പോയി. ഞാൻ നല്ല സൂപ്പറായിട്ട് കെട്ടിയത്. ഞാൻ കെട്ടിയത് ഞാനത് താഴത്തെ കെട്ട നല്ലതായിരുന്നു. നിങ്ങൾ രണ്ടാമത് കെട്ടിയതാ പോയെ. ഇത്ര തേങ്ങ കിട്ടി. എത്ര എണ്ണം കിട്ടി? കപ്പ വെക്കാനായ തേങ്ങ കിട്ടിയാ? ഉണങ്ങിയത് ഈ പച്ച തേങ്ങ വരിക്കായ തേങ്ങയും കിട്ടിയിട്ടില്ല, കപ്പയും കിട്ടിയില്ല. കപ്പ കിട്ടീന് അവിടെ കൊണ്ടേ കഴുകാം അല്ലേ. കപ്പ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് വരാം. കുലുങ്ങുന്നില്ല? ഇല്ല, കുലുങ്ങുന്നില്ല. അതാ കുറച്ചും കൂടി മൂക്കിട്ട് വന്നിട്ട് വരയ്ക്കാം. മൂക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു കുറ്റി വന്നിട്ട് കപ്പൻ്റെ ഉള്ളിലേക്ക് മേലെ തരക്ക് സൗദ. ഇത് തേച്ചൊന്നും വെക്കണ്ട കേട്ടാ. എടാ ഇത് 3 കിലോ കപ്പയുണ്ട് മൊത്തം. ഉണ്ട് ഇത്. മതി, ഞാൻ എടുത്ത് ഞങ്ങൾ കൊത്തിയിട്ട് ഇത്രയും കിഴങ്ങ് കിട്ടി. നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ ഇത്രയും ഉണ്ടെന്ന് തോന്നില്ലേനു അല്ലേ? കഴുകിയെടുത്ത് നേരം കുറയുണ്ട്. പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചല്ലേ. ഇത് 3 കിലോ കപ്പയുണ്ട്. നിങ്ങൾ പോകുമ്പോഴേക്കാവുക ആവുക. കുറേ നേരമായി പോയിട്ട് തേങ്ങ അരയ്ക്കാൻ പോയിട്ടല്ലേ. അപ്പോൾ തേങ്ങ എടുത്തില്ല കേട്ടോ. ആടേപ്പ് തേങ്ങ കേട്ടോ സാധാ. അപ്പൊ കിഴങ്ങ് നമുക്ക് വേഗം ഒന്ന് മുറിച്ച് കുക്കറിലിട്ടിട്ട് വേഗം കുക്കർ ഇത് തേച്ചു മുറിച്ച് വരുമ്പോ അത്രയല്ലേ ഉണ്ടാവും. വേഗം ഒന്ന് മുറിച്ചിട്ടിട്ട് വേഗം ആക്കി എടുക്കാം. ബിരിയാണി കൊണ്ടുപോകാനും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്ക് വേഗം ആക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ലോണം നോക്കിനെങ്കിലും കുറച്ച് വളവും അങ്ങനെയെല്ലാം ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലോണം കിഴങ്ങ് ഉണ്ടാവില്ല. കിഴങ്ങ് നമ്മൾ പറയുന്നത് നമ്മളിവിടെ കപ്പാന്നല്ല കിഴങ്ങെന്ന് പറയാത്ത. നമ്മളെ ഭാഗത്തെല്ലാം ഭാഷകളെല്ലാം ഒരുപാട് മാറ്റമുണ്ട്.
അപ്പോൾ അമ്മ അവിടെ കപ്പക്കുള്ളി കൊണ്ട് അവിടെ കുഴിച്ചാടെ വെച്ചതേ ഉള്ളൂ. ആ ഒരു ബന്ധുകൾ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. നല്ലോണം നോക്കിയില്ലെങ്കിൽ നല്ല കിഴങ്ങുണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്ര പോലും കിട്ടിയിട്ടില്ല. സമയം പോയി, അതാണ് സ്പീഡിലാക്കുന്നത്. ചെയ്യാണ്ട് അതിൻ്റെ അടുത്ത് തേങ്ങ വറുക്കാൻ പറ്റും. തേങ്ങ ആണെങ്കിൽ കിട്ടിയിട്ടുമില്ല. തേങ്ങ ഉള്ളത് കുലുങ്ങുന്നില്ല, മൂത്തിട്ടില്ല. തേങ്ങ ഇട്ടാണ് ഇപ്പം എല്ലാം അടുക്കിയ ക്ഷാമം. കിട്ടാനുമില്ല. കപ്പ മുറിച്ചെടുക്കുന്നത് കാന്താരി പറിക്കാൻ. കാന്താരി ഉണ്ടാടാ. കപ്പത്തിടാൻ കാന്താരി വേണ്ടേ? കാന്താരി പറിച്ചിട്ട് വെട്ടെ. ഇന്ന് ഞാൻ വറുക്കണേ, വറുത്ത് തീർന്നു പോയി തോന്നുന്നു. അയ്യോ, ഇതിന് മുത്തിട്ട് ഇത് വലിയ കാന്താരി, നീളമുള്ള കാന്താരിയല്ലേ. ഇതുകൊണ്ടാ ഉണ്ടാ കാന്താരി ഇപ്പോഴൊക്കെ കിട്ടുക? ഇപ്പത്തേനുണ്ട്. ഞാൻ ഇതിനകത്ത് പറിച്ചിന് കുറച്ച്, അതാണ് കുറേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിറച്ചുണ്ട്. കിട്ടീനാ കണ്ടേ? ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് മതിയോ? അത് മതി. ബാക്കി കുറച്ചാടെ ഉണ്ടാ വീട്ടിൽ? ആടെ ഉണ്ടാ? അപ്പം അതിൻ്റെ അകത്ത് ഉണ്ട്. അന്ന് കൊണ്ടുപോയിട്ടെല്ലാം തീർന്നു പോയി. കിഴങ്ങ് വിസിലാണെങ്കിൽ വരുന്നില്ലല്ലോ. നമ്മളെ കിഴങ്ങ് അടുപ്പത്തായിട്ടുണ്ട്. പിന്നെ മീൻകറി ഉണ്ട് അടുപ്പത്ത്. നമുക്ക് കാന്താരി ഇതിൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ വെള്ളം ഊറ്റിയിട്ട് അതിൽ തന്നെയാണ് ഇടുന്നത്. അപ്പം കാന്താരി നമുക്ക് പിടിച്ചെടുക്കാം. നമുക്ക് കാന്താരി ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, എരിഞ്ഞ് പുകയും. കുറച്ചിട്ട് കൊടുക്കാം. പഴുത്ത കാന്താരി ഉണ്ട്, പച്ചക്കാന്താരി നല്ലോണം കാന്താരി പഴുത്തതും ഉണ്ട്. ഇത്രയും വേണ്ട. നമ്മളെ കാന്താരി ഇടിച്ചെടുത്തിട്ടുണ്ടേ. ഇതിന് ഭയങ്കര വെയിറ്റാണ്. കാന്താരി ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചുവപ്പ് നല്ല പഴുത്ത കാന്താരി ആയതുകൊണ്ട് കളറുണ്ടാ, നല്ല എരിവായിരിക്കും. കഴിഞ്ഞ നമ്മൾ വേഗം അങ്ങോട്ട് കുക്കറിൽ വേഗം വെച്ചാൽ ഒരു വിസിലടിച്ചിട്ട്. അപ്പോൾ ഇത് വെന്ത് അടിഞ്ഞിട്ടുണ്ടാവും. നാടൻ കപ്പയാണ്, അതുകൊണ്ട് പറയാൻ കഴിയില്ല. വെന്ത് അടിഞ്ഞു പോയോ ഏത് രീതിയിലായി അറിയില്ല. വെള്ളം ഊറ്റിയിട്ട് വരട്ടെന്നിട്ട് നോക്കാം. ഒറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ, അപ്പോഴേക്ക് വെന്ത് പോയി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കാന്താരി ഇടാം. കാന്താരി നല്ല എരിവാണ്, പഴുത്തതായോണ്ടേ. കാന്താരി എരിവാന്ന് എല്ലാവർക്കും അറിയാമെന്ന് കേൾക്കുന്നുണ്ട്. ഇതൊന്നുമാണ് ഇതുള്ളത്. ഇത് കുറച്ചും കൂടെ നമുക്ക് അടുപ്പത്ത് വെച്ച് വറ്റിക്കാം. അല്ല, അന്നിത് ഇതാക്കണ്ടേ? ചോറിനല്ല, ചോറിന്റെ പകരമല്ല, ചോറും ഉണ്ട്. ചോറിന്റെ ഒന്നിച്ചു കൂട്ടാൻ. മീനാണ്. ഈ മീനിന്റെ പേരെന്താണോ? കരിമീനൊന്നുമല്ല, എന്തോ അടാന്ന് അങ്ങനെയുള്ളതെന്ന് പറയാം. കുറച്ച് എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് കൂട്ടിക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കടുക് വറുത്തിടുന്നൊന്നുമില്ല, നമ്മളിങ്ങനെ പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുക്കുക ചെയ്യാം. അടിയുടെ വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. ഇനി ഇതൊന്നും ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുക. ഇളക്കിയാൽ പോയി കുഴഞ്ഞു പോയില്ല. ഇളക്കിയിട്ട് കൊടുക്ക. ഇതിൻ്റെ അടുത്ത നിങ്ങളൊരു പാട്ട് കിഴങ്ങായിട്ടുണ്ടേ. നല്ല പച്ച വെളിച്ചെണ്ണയെല്ലാം വേണം. നിങ്ങൾ അമ്മക്ക് കൊണ്ട് കൊടുക്കാം. ശ്രീയാട്ടാ, നമ്മക്ക് കൊണ്ട് കൊടുക്കുക. അമ്മ നട്ടുണ്ടാക്കിയ കിഴങ്ങ്, അതുകൊണ്ട് ആദ്യം അമ്മക്ക് തന്നെ കൊടുക്കാം. നമ്മൾ സാധാരണ കിഴങ്ങും ചക്കയും എല്ലാം വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് അങ്ങോട്ട് വിടും. പിന്നെ നമുക്ക് ഇന്ന് ചെണ്ടം പുഴുങ്ങി ഓരോന്നായി പുഴുങ്ങി എടുക്കാമെന്ന് വിചാരിച്ചതാണ്. കപ്പ കുറച്ച് വെന്ത് പോയി. പക്ഷേ കുറച്ച് വെന്തതാ തിന്നാനും ടേസ്റ്റ്. അപ്പം ഇതാ നമ്മളെ നാടൻ കപ്പ നമ്മൾ കാന്താരി കൂട്ടിയിട്ട് തിന്നുന്നതാണേ. കയ്പൊന്നുമില്ലല്ലോ. അമ്മേനെ കയ്പുണ്ടാവും തന്നെ.
നമ്മളെ കട്ടൻ ചായയും കൂടെ പറയും. കപ്പയും കാന്താരിയും കട്ടൻ ചായയും വൈകുന്നേരം നല്ലതായിരുന്നു. വേണ്ട ദേവു വാ, ദേവട്ടി നിനക്ക് കപ്പ വേണമെങ്കിൽ വാ. മദാമ വന്നു. സ്ഥിരമായിട്ട് നീ കണ്ണടയാക്കേണ്ട പരിപാടിയാ. നിനക്ക് കപ്പ ഏതാടാ? ഇത് വെളിച്ചെണ്ണ ആയിട്ടില്ല. എടുത്തോ. അപ്പൊ നമ്മളെ കപ്പന്റെ രുചി അറിയാൻ വേണ്ടി വിദേശത്തുനിന്നൊരു വനിത വന്നിട്ടുണ്ട്. ഒരു വിദേശ വനിത വന്നതാണ്. എങ്ങനെയുണ്ട് നമ്മളെ കപ്പ? കപ്പ പുഴുക്ക് സൂപ്പറാണോ? ആണുങ്ങൾക്ക് അതേ പിടിക്കും. നമുക്ക് കാന്താരി വളർത്തി ചതച്ചതും കട്ടൻ ചായ. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഒരു ജോഡ് കപ്പ ഉണ്ടേനും അതിങ്ങ് പറിച്ചെടുത്ത് ശ്രീയാട്ടം പൊരിച്ചെന്ന് പറയില്ല, തിരിയില്ല. കണ്ണൂർ ഭാഷയില് കപ്പ പറിക്കുന്നതിന് കപ്പ പൊരിച്ചെന്ന് പറയാട്ടോ, അല്ലാണ്ട് പൊരിക്കുന്നതല്ല. കപ്പ പറിക്ക, ഇവിടെ പറയാം കപ്പ പറിക്ക, ഇത് മരത്തിൽ പറിച്ചെടുക്കുന്നില്ല. അങ്ങനെയാന്ന് എല്ലാരും പറയാം. പൊരിക്കാൻ എണ്ണയിലിട്ട് പൊരിക്കുന്നതിന് പൊരിച്ചെടുക്കുക. പൊരിക്കുന്നെന്ന് പറയുന്ന എണ്ണയിലിട്ട് പൊരിക്കുന്ന അല്ല പൊരിക്കുന്ന പഴം വറുക്കുകയോ പഴം പൊരിയല്ലേ. ഓരോ നാട്ടിലും ഓരോ ഭാഷ, അതിന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ തീർന്നില്ല നടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഞാൻ ഇത് തന്നെ ഒരു 3-4 വട്ടം പറഞ്ഞു. അതിന്റെ പറഞ്ഞു നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാതെ. അപ്പൊ ഇനി പറയുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവര് വീണ്ടും വന്നാൽ അവരൊന്നും കൂടെ ചെയ്യും. അപ്പൊ എല്ലാരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.